പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ അതികായനും ഇറാന്റെ ആത്മീയ രാഷ്ട്രീയ ചാലകശക്തിയുമായിരുന്ന അയത്തുള്ള അലി ഖമേനിയുടെ അന്ത്യം ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ സംഭവങ്ങളിൽ ഒന്നാണ്. ശനിയാഴ്ച രാവിലെ ടെഹ്റാനിലെ അതീവ സുരക്ഷയുള്ള ഓഫീസ് സമുച്ചയത്തിന് നേരെ അമേരിക്ക ഇസ്രായേൽ സഖ്യം നടത്തിയ അതിശക്തമായ വ്യോമാക്രമണത്തിലാണ് ഖമേനി കൊല്ലപ്പെട്ടത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഭൗതികമായ വിയോഗത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഡിജിറ്റൽ ലോകത്ത് എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഖമേനിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ട അവസാന പോസ്റ്റ് ഒരു കോടിയിലധികം ആളുകളിലേക്ക് നിമിഷങ്ങൾക്കുള്ളിൽ എത്തിച്ചേർന്നു. ഖമേനി കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്ക് ശേഷം മാർച്ച് 1 രാവിലെ കൃത്യം 7:28 ലോകം ആ സന്ദേശം കണ്ടത്. മരണവാർത്ത സ്ഥിരീകരിച്ചതിന് പിന്നാലെ വന്ന ഈ പോസ്റ്റ് വെറും ഒരു ഔദ്യോഗിക കുറിപ്പായിരുന്നില്ല. അത് ഇറാന്റെ വരാനിരിക്കുന്ന പോരാട്ട വീര്യത്തിന്റെ വിളംബരമായിരുന്നു. പരിശുദ്ധ ഖുറാനിലെ 3-ാം അധ്യായമായ അലു ഇമ്രാനിയിലെ 23-ാം സൂക്തമാണ് സന്ദേശത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രക്തസാക്ഷിത്വത്തെയും ദൈവത്തോടുള്ള ഉടമ്പടിയിൽ വിശ്വസ്തത പുലർത്തുന്നവരെയും കുറിച്ചുള്ളതാണ് ഈ വചനം. താൻ ഏത് നിമിഷവും പ്രതീക്ഷിച്ചിരുന്ന ഒന്നാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകപ്പെട്ടത്. കറുത്ത വസ്ത്രവും തലപ്പാവും ധരിച്ച് നിറഞ്ഞ പുഞ്ചിരിയോടെ ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്ന ഖമേനിയുടെ ചിത്രം ഈ പോസ്റ്റിന് ഒരു വിടവാങ്ങൽ സ്വഭാവം നൽകി. മരണം കൊണ്ട് ഒരാളെ ഇല്ലാതാക്കാം, എന്നാൽ ആശയത്തെ കഴിയില്ല എന്ന ഇറാന്റെ സ്ഥിരം നിലപാടാണ് ഇവിടെയും പ്രതിഫലിച്ചത്. അയത്തുള്ള അലി ഖമേനി ഒരു പരമ്പരാഗത മതനേതാവ് മാത്രമായിരുന്നില്ല. ആധുനിക സാങ്കേതിക വിദ്യയെ തന്റെ ആശയ പ്രചരണത്തിനായി ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിച്ച വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. 2009 ആരംഭിച്ച ഖമേനിയുടെ ഔദ്യോഗിക അക്കൗണ്ടിന് ലോകമെമ്പാടുമായി 14 കോടിയിലധികം അനുയായികളുണ്ട്. ഇത്രയും വലിയൊരു ജനവിഭാഗത്തിലേക്ക് തത്സമയം സന്ദേശം എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. മലയാളം ഉൾപ്പെടെ 13 വിവിധ ഭാഷകളിൽ ഈ അക്കൗണ്ട് സജീവമായിരുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെയുള്ള തന്റെ നിലപാടുകളും മതപരമായ നിർദ്ദേശങ്ങളും അദ്ദേഹം ലോകത്തെ അറിയിച്ചിരുന്നത് ഈ പ്ലാറ്റ്ഫോം വഴിയായിരുന്നു. ഖമേനിയുടെ മരണശേഷവും ഇത്തരം ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് അദ്ദേഹത്തിന് കീഴിലുള്ള ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ കൃത്യമായ ആസൂത്രണത്തിന്റെ ഫലമാണ്. നേതാവ് കൊല്ലപ്പെട്ടാൽ സ്വീകരിക്കേണ്ട പ്രോട്ടോകോൾ അവർ മുൻകൂട്ടി തയ്യാറാക്കിയിരുന്നു എന്ന് വേണം കരുതാൻ. ഇറാൻ രാഷ്ട്രീയത്തിൽ ഷഹാദത്ത് അഥവാ രക്തസാക്ഷിത്വം എന്നത് ഏറ്റവും വലിയ ബഹുമതിയായാണ് കണക്കാക്കപ്പെടുന്നത്. ഖമേനിയുടെ അവസാന പോസ്റ്റ് ഈ വികാരത്തെയാണ് ചൂഷണം ചെയ്യുന്നത്. ഈ സന്ദേശം വായിച്ച കോടിക്കണക്കിന് ആളുകൾക്ക് ഇതൊരു വൈകാരികമായ തിരിച്ചടിയാണ്. കൊല്ലപ്പെട്ട നേതാവിനെ ഒരു വിശുദ്ധനായി ചിത്രീകരിക്കാനും അതിലൂടെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരെയുള്ള രോക്ഷം വർദ്ധിപ്പിക്കാനും ഈ സന്ദേശം സഹായിക്കുന്നു. മരണശേഷം പുറത്തു വന്ന ഈ ഒരു ഒറ്റ പോസ്റ്റ് ഇറാന്റെ സൈനിക സംവിധാനങ്ങൾ ഇപ്പോഴും തകർന്നടിഞ്ഞിട്ടില്ലെന്നും ആശയവിനിമയ ശൃംഖലകൾ സജീവമാണെന്നുമുള്ള സന്ദേശമാണ് ശത്രുക്കൾക്കും നൽകുന്നത്. ഖമേനിയുടെ അവസാന പോസ്റ്റ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു. ഇസ്രായേൽ അനുകൂലികൾ ഖമേനിയുടെ പതനത്തെ ആഘോഷിക്കുമ്പോൾ മുസ്ലിം ലോകത്തെ വലിയൊരു വിഭാഗം ഈ അവസാന സന്ദേശത്തെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. പോസ്റ്റിന് താഴെ വന്ന കമന്റുകളിൽ ഭൂരിഭാഗവും വരാനിരിക്കുന്ന ഒരു വലിയ യുദ്ധത്തിന്റെ സൂചനകളാണ് നൽകുന്നത്. ഇത്രയും വലിയ രീതിയിൽ വൈറലായ ഈ പോസ്റ്റ് എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള എക്സ് പ്ലാറ്റ്ഫോം നീക്കം ചെയ്യുമോ എന്നതും നിരീക്ഷിക്കപ്പെടുന്നു. ഹിംസയ്ക്ക് പ്രേരിപ്പിക്കുന്ന സന്ദേശങ്ങൾക്കെതിരെ കർശന നിലപാടെടുക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഒരു ഖുറാൻ സൂക്തം പങ്കുവെക്കുന്നത് സാങ്കേതികമായി തടയാനാവില്ല എന്നതാണ് വസ്തുത. ഖമേനിയുടെ മരണം ഇറാനിൽ വലിയൊരു അധികാര ശൂന്യത സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇപ്പോഴും നിശബ്ദമായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഖമേനിയുടെ ആശയങ്ങൾ പിന്തുടരുന്ന ഒരു പുതിയ ഭരണകൂടം ടെഹ്റാനിൽ അധികാരമേൽക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഈ പുതിയ നേതൃത്വത്തെ അവതരിപ്പിക്കാനും ജനങ്ങളെ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഇനിയും ഉപയോഗപ്പെട്ടേക്കാം. അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന മിസൈൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇത്തരം നീക്കങ്ങൾ മാനസികമായ യുദ്ധത്തിന്റെ ഭാഗമാണ്. അയത്തുള്ള അലി ഖമേനിക്ക് ശാരീരികമായി അന്ത്യം സംഭവിച്ചിരിക്കാം, പക്ഷെ അദ്ദേഹത്തിന്റെ ഡിജിറ്റൽ അസ്തിത്വം ഇപ്പോഴും ലോകത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. രക്തസാക്ഷിത്വത്തെക്കുറിച്ചുള്ള അവസാനത്തെ പോസ്റ്റ് കേവലം ഒരു മതവചനമല്ല, മറിച്ച് പശ്ചിമേഷ്യൻ മണ്ണിൽ വിതയ്ക്കപ്പെട്ട ഒരു രാഷ്ട്രീയ വിത്താണ്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ സംഘർഷങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണമാകുമെന്നതും ഉറപ്പാണ്. നേതാവില്ലാതായാലും അദ്ദേഹത്തിന്റെ വചനങ്ങൾ അനുയായികളെ നയിക്കുമെന്ന സന്ദേശം നൽകുന്നതിലൂടെ ഇറാൻ തങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ അതിജീവനം ഉറപ്പാക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ നേതാവെന്ന് അമേരിക്ക വിശേഷിപ്പിക്കുമ്പോഴും തന്റെ മരണത്തെ ഒരു വിശുദ്ധ ബലിയായി ചിത്രീകരിക്കാൻ ഖമേനിക്ക് തന്റെ അവസാന നിമിഷങ്ങളിലും സാധിച്ചു എന്നത് ലോകത്തിന് മുന്നിലെ ഒരു വലിയ വിരോധാഭാസമായി നിലനിൽക്കുന്നു.